وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സൂറത്തുൽ ബഖറയിലെ 129 ആയത്താണ് ഇന്നലെ അവസാനമായി വിശദീകരിക്കപ്പെട്ടത്. അതിനെ തുടർന്നുള്ള 130 മുതൽ 132 വരെയുള്ള വചനങ്ങൾ ഇന്നലെ ഓതി കേൾക്കുകയുമുണ്ടായി. أعوذ بالله من الشيطان الرجيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ومن يرغب عن ملة إبراهيم إلا من سفه نفسه. ومن يرغب ഏതൊരുത്തനാണ് യർഗബു അൻ അതൃപ്തിപ്പെടുന്നത്. ومن يرغب عن മില്ലത്തി ഇബ്രാഹീമ ഇബ്രാഹീമിന്റെ മാർഗത്തോട്, ഇബ്രാഹീമിന്റെ മാർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, ഇഷ്ടപ്പെടാതെ വിട്ടുനിൽക്കുന്നത് ആരാകുന്നു? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, ഇല്ലാ മൻ യാതൊരുവനല്ലാതെ, സഫിഹ അവൻ വിഡ്ഢിയാക്കി, നഫ്സഹു സ്വയം തന്നെ തന്നെ. ومن يرغب عن ملة إبراهيم ആരാണ് ഇബ്രാഹീമിന്റെ മാർഗത്തോട് അതൃപ്തി കാണിക്കുക? ഇല്ലാമൻ സഫിഹ നഫ്സഹു തന്നെ തന്നെ ബോഷനാക്കിയവനല്ലാതെ. വലഖദ് ഇസ്തഫൈനാഹു വലഖദ് തീർച്ചയായുമുണ്ട്, ഇസ്തഫൈനാഹു അദ്ദേഹത്തെ നാം തെരഞ്ഞെടുത്തു,
ഫിദ്ദുനിയ ഇഹലോകത്തിൽ, വഇന്നഹു നിശ്ചയമായും അദ്ദേഹമാകട്ടെ ഫിൽ ആഖിറത്തി പരലോകത്തിൽ ലമിന സ്വാലിഹീന സജ്ജനങ്ങളിൽ പെട്ടവനാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ ഇഹത്തിൽ അദ്ദേഹത്തെ നാം ശുദ്ധനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ പരലോകത്തിൽ അദ്ദേഹമാവട്ടെ നിശ്ചയമായും സജ്ജനങ്ങളിൽ പെട്ടവനുമാകുന്നു. ഇദ് ഖാല ലഹു റബ്ബുഹു, ഇദ് ഖാല പറഞ്ഞ സന്ദർഭത്തെ അനുസ്മരിക്കുക. ഇദ് ഖാല ലഹു അദ്ദേഹത്തോട്, റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ് രക്ഷിതാവ്, അസ്ലിം നീ കീഴൊതുങ്ങുക. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം അദ്ദേഹത്തോട് തന്റെ രക്ഷിതാവ് നീ കീഴൊതുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ, ഖാല അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, ലി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവിന്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം അദ്ദേഹത്തോട് തന്റെ രക്ഷിതാവ് നീ കീഴൊതുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ, മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോൾ, ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകരക്ഷിതാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്, വവസ്വാ ബിഹാ ഇതിനെപ്പറ്റി വസിയത്തും ചെയ്തു. വവസ്വാ ബിഹാ ഇബ്രാഹിം ബനീഹി തന്റെ മക്കളോട് പുത്രന്മാരോട്, യാക്കൂബും യാ ബനിയ എന്റെ മക്കളെ എന്റെ പുത്രന്മാരെ, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഇസ്തഫ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, അദ്ദീന മതത്തെ നടപടിക്രമത്തെ, ഫലാ തമൂതുന്ന അതിനാൽ തീർച്ചയായും നിങ്ങൾ മരണപ്പെടരുത്, ഇല്ലാ വ അൻതും നിങ്ങൾ ആയിക്കൊണ്ടല്ലാതെ, മുസ്ലിമൂൻ കീഴൊതുങ്ങിയവർ അല്ലെങ്കിൽ മുസ്ലിംകൾ. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു ഇതിനെപ്പറ്റി ഇബ്രാഹിം തന്റെ മക്കളോട് വസിയത്തും ചെയ്തിരിക്കുന്നു. യാ ബനിയ എന്റെ മക്കളെ, ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീന നിശ്ചയമായും അല്ലാഹു നിങ്ങൾക്ക് മതത്തെ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ ആകയാൽ നിങ്ങൾ കീഴൊതുങ്ങിയവരായി മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ തീർച്ചയായും മരണപ്പെടരുത് എന്ന്. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ومن يرغب സുക്കൂനായ നൂനിന് ശേഷം യാ എന്ന അക്ഷരമാണുള്ളത്. അവിടെ ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതണം. ഇദ്ഗാം ബിഗുന്നയുടെ നിയമം. ومن يرغب عن ملة സുക്കൂനായ നൂനിന് ശേഷം മീമാണ്. അവിടെയും ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. എന്ന് പറഞ്ഞാൽ സുക്കൂനായ നൂനിനെ മീമിലേക്ക് ചേർക്കുമ്പോൾ മണിക്കുകയും ചെയ്യുക. عن ملة ഇബ്രാഹീമ ബാക്ക് സുക്കൂനാണ്, കൽക്കലത്തിന്റെ അക്ഷരമാണ്. عن ملة إبراهيم إلا ഇവിടെ മില്ലത്തി ഇല്ല ഇത്തരം ഷദ്ദുള്ള ലാമ് ഉച്ചരിക്കുമ്പോൾ
മണിക്കാൻ പാടുള്ളതല്ല, അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. മണിക്കാൻ സാധ്യത ഉള്ള ഒരു സന്ദർഭമാണത്. അമ്മില്ലതി ഇല്ല, അങ്ങനെയല്ല. അമ്മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ്. മൻ സഫിഹ സുക്കൂനു ശേഷം സീനാണ്. അവിടെ ഇഖ്ഫാഇന്റെ നിയമമാണ്, അതായത് മണിച്ചോതുക, സുക്കൂനൂനെ മറക്കുക. അതോടൊപ്പം മണിക്കുകയും ചെയ്യുക. മൻ സഫിഹ നഫ്സഹ് വലഖദ് ഇസ്തഫൈനാഹു. മൻ സഫിഹ നഫ്സഹ് വഖഫ് ചെയ്യുമ്പോൾ നഫ്സഹ്. വലഖദ് ഇസ്തഫൈനാഹു. വലഖദ് ഇസ്തഫൈനാഹു എന്നാണ്, അത് പാരായണ സുഖത്തിന് വേണ്ടിയിട്ടാണ് വലഖദ് ഇസ്തഫൈനാഹു എന്നാകുന്നത്. വലഖദ് ഇസ്തഫൈനാഹു, ഹു ഹ എന്ന അക്ഷരം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. അവിടെ സുക്കൂനു ശേഷം യാ ആണ്, പക്ഷേ ഒരൊറ്റ പദത്തിലായി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇദ്ഗാമിന്റെ നിയമം ഇല്ല. അവിടെ സുക്കൂനൂനെ വ്യക്തമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. وإنه في الآخرة لمن الصالحين. وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم. إذ قال له ربه أسلم. إذ قال له ربه أسلم. റബ്ബുഹു എന്നതിന് ശേഷം ഹംസയാണ്. അപ്പൊ ഇവിടെ അല്പം 3-4 ഹർക്കത്തിന്റെ ദൈർഘ്യത്തിലോതാം മദ് മുൻഫസിലാണ്. إذ قال له ربه أسلم قال أسلمت لرب العالمين. قال أسلمت لرب العالمين. ووصى بها إبراهيم അവിടെ ബിഹാ ഇബ്രാഹിം മദ്ദുണ്ട്, മദ് മുൻഫസിലാണ്. ووصى بها إبراهيم بنيه ويعقوب. അവിടെ വഖഫ് ചെയ്യാം. ഇബ്രാഹീമു ബാക്ക് സുക്കൂനാണ്, കൽക്കലത്തിന്റെ അക്ഷരമാണ്. ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഒന്നാമത് ബാക്ക് സുക്കൂനാണ്, കൽക്കലത്തിന്റെ അക്ഷരമാണ്. അത് വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം വഖഫ് ചെയ്യേണ്ടത്. അതോടൊപ്പം അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ യാഖൂബ് മദ് ആരിദ് ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കണം വഖഫ് ചെയ്യേണ്ടത്. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. يا بني إن الله اصطفى لكم الدين
فلا تموتن إن الله اصطفى صاد طاء إن الله اصطفى لكم الدين فلا تموتن شد اللنونان من كلام فلا تموتن إلا وأنتم مسلمون إلا وأنتم سكونا نون شاشم تاء هذا إخفاء ചെയ്ത് മണിച്ചു കൊണ്ടുപോകണം إلا وأنتم مسلمون സുക്കൂനായ മീമിന് ശേഷം മീമാണ് അത് ഇദ്ഗാം ചെയ്ത് മണിച്ചു കൊണ്ടുപോകുക വഅൻതും മുസ്ലിമൂൻ മൂന്നായത്തുകളും വഖഫ് ചെയ്യുമ്പോൾ മദ് ആരുവിന്റെ നിയമം ഉപയോഗിച്ചുകൊണ്ട് നീട്ടി അത് അവസാനിപ്പിക്കണം فلا تموتن إلا وأنتم مسلمون കഴിഞ്ഞ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾ ഇബ്രാഹിം മിനൽ ബൈത്തി വ ഇസ്മാഈലു അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളാണ്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വമൻ യർഗബു വാവ് വാവ് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഹർഫ് ഇനാഫാണ് എന്നത് അല്ലേ. പിന്നെ വമൻ യർഗബു വമൻ ആര് മൻ മൻ എന്നത് ഇസ്മ എന്താണ് ഇസ്തിഫ്ഹാമാണ് അല്ലെ. ഇസ്തിഫ്ഹാമിൽ ഉപയോഗിക്കുന്ന ഇസ്മാണ് ആര്. ഇസ്തിഫ്ഹാമിൽ ഉപയോഗിക്കുന്ന ഇസ്മാണ് മൻ. അത് മൻ അത് സുക്കൂനിൽ മബ്നിയാണ്, അത് മാറ്റം പറ്റില്ല. മൻ എന്നത് മനി എന്നൊന്നും ആവില്ല. മൻ അത് റഫ്ഇന്റെ സ്ഥാനത്താണ്, കാരണം അത് മുബ്തദ ആയതുകൊണ്ട്. മൻ യർഗബു എന്നത് റഗിബ യർഗബു. റഗിബ യർഗബ്. റഗിബയുടെ ഒരു പ്രത്യേകത റഗിബ ഫി എന്നും റഗിബ ഇല എന്നും റഗിബ അൻ എന്നും റഗിബ ബി എന്നും അങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് റഗിബയുടെ പ്രയോഗം കടന്നു വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് അതിന്റെ അർത്ഥങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ റഗിബ ഫി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നതാണ് റഗിബ ഫി. അത് ഖുർആനില് റഗിബ ഫി എന്ന പ്രയോഗം
ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ റഗിബ ഫി എന്നത് ആ അർത്ഥത്തിലാണ്, ഒരു കാര്യത്തെ ശക്തമായി ആഗ്രഹിക്കുക. എന്നാൽ അതേസമയം റഗിബ ബി എന്ന് പറഞ്ഞാൽ വലാ യർഗബൂ ബിഅൻഫുസിഹിം അൻ നഫ്സിഹി എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് തൗബയിലെ 120 ആയത്ത്. അവിടെ റഗിബ ബി എന്ന പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് അങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുക. അതുപോലെ റഗിബ ഇല فإذا فرغت فانصب وإلى ربك فارغب إلى ربك. അതൊക്കെ ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ റഗിബ അൻ എന്നത് വിപരീത അർത്ഥത്തിലാണ് വരുന്നത്. റഗിബ അൻ അത് വിപരീത അർത്ഥത്തിലാണ്, നേരെ വിപരീതം. ആഗ്രഹം പ്രകടിപ്പിക്കുക എന്നതിന് പകരമായിട്ട് അതൃപ്തി കാണിക്കുക എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുക. റഗിബ അൻ. വിട്ടു നിൽക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുക. അപ്പോ റഗിബ യർഗബു ഇതാണ് ഫിയൽ. റഗിബ യർഗബു റഗബുൻ ആണ് അതിന്റെ മസ്ദർ, ആഗ്രഹം. ഇവിടെ യർഗബു എന്നത് ഫിഅൽ മുളാരിയാണ്, മർഫൂആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ യർഗബു എന്നതിനെ അൻ എന്നതിലേക്ക് ചേർത്തുകൊണ്ടാണ് അതിന്റെ അർത്ഥം പറയേണ്ടത്. യർഗബു അൻ. ഇവിടെ നേരെ തിരിച്ചാണെങ്കിൽ വമൻ യർഗബു ഫീ മില്ലത്തി എന്നാണെങ്കിലോ ഇബ്രാഹിമിന്റെ മാർഗത്തോട് ആഗ്രഹം പ്രകടിപ്പിച്ചവനാര് എന്നാണ്. എന്നാൽ വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ എന്ന് പറയുമ്പോൾ ഇബ്രാഹിമിന്റെ മില്ലത്തിനോട് അതൃപ്തി കാണിച്ചവരാര് എന്നാണ്. അപ്പോ റഗിബ അൻ. അൻ എന്നത് എന്താണ്? ഹർഫ് ജർറാണ്. മില്ലത്ത് മാർഗം, അല്ലെ? ആദർശം. മില്ലത്തി കൂടെ ഇസ്മ മജ്റൂറാണ്. അൻ മില്ലത്തി. അന്ന് വന്നതുകൊണ്ട് ഹർഫ് ജർ അതിനു മുമ്പിൽ വന്നതുകൊണ്ട് മില്ലത്തി എന്നാണ്. മില്ലത്തു ഇബ്രാഹിം. യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം. ഇബ്രാഹിമ എന്താണ്? മില്ലത്തി ഇബ്രാഹിമ എന്ന് പറയുമ്പോൾ മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മില്ലത്ത്. മുദാഫ് ഇലൈഹി മജ്റൂറാണ്. ഫത്ഹ നൽകിക്കൊണ്ടുള്ള മുദാഫ് ഇലൈഹി മജ്റൂറാണ്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ. ആരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് അതൃപ്തി കാണിക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇല്ല ഒഴികെ. ഇല്ല എന്നത് ഹർഫ് ഇസ്തിസ്നാ, ഒഴികെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇല്ല മൻ സഫിഹ നഫ്സ. ഇല്ല മൻ യാതൊരുവനൊഴികെ. ഇവിടെ മൻ എന്നത് ഇസ്തിഫ്ഹാമിന്റെ ഹർഫല്ല, മറിച്ച് ഇസ്മ മൗസൂല. എന്താണ്? ഇസ്മ മൗസൂല. അത് മബ്നി ആണ്, ഫത്ഹുൽ മബ്നി, സുകൂനുൽ മബ്നിയാണ്.
അതിൽ ഏത് സ്ഥാനത്താണ് വരിക? ഇല്ലാ മൻ. മുസ്തസ്നയായിട്ടാണ് വരുന്നത് അല്ലെ? ഇല്ലക്ക് ശേഷം വരുന്ന ഹർഫ് ഇസ്തിസ്നാവിന് ശേഷം വരുന്ന മുസ്തസ്നയാണ്, ഒഴിവാക്കപ്പെട്ടത്. ഇല്ലാ മൻ, യാതൊരുവൻ. അത് യാതൊരുവനെ ഒഴിവാക്കി. അപ്പോ അത് നസ്ബിന്റെ സ്ഥാനത്താണ് വരുന്നത്. ഇല്ലാ മൻ സഫിഹ നഫ്സഹു. സഫിഹ വിഡ്ഢിയാക്കി. സഫിഹ എന്നത് ഖുർആനില് ഇവിടെ സഫിഹ എന്ന പ്രയോഗമാണ്. ഇവിടെ സഫഹ യസ്ഫഹു എന്നും സഫുഹ യസ്ഫുഹു എന്നും സഫിഹ യസ്ഫഹു എന്നും 3 രൂപത്തിലും ഈ ഫിഅല് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സഫഹ യസ്ഫഹു എന്നത് ഇവിടൊപ്പം സഫിഹ വിഡ്ഢിയാക്കി എന്നാണ്. എന്നാൽ അതേസമയം സഫുഹ യസ്ഫുഹു വരുമ്പോൾ വിഡ്ഢിയായി എന്ന അർത്ഥത്തിലാണ് വരുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ സഫഹ യസ്ഫഹു ആണെങ്കിലും സഫുഹ യസ്ഫുഹു ആണെങ്കിലും സഫിഹ യസ്ഫഹു ആണെങ്കിലും അതിന്റെയൊക്കെ മസ്ദർ സഫാഹത്താണ്, വിഡ്ഢിത്തം. എന്നാൽ അതേസമയം സഫിഹ യസ്ഫഹു അതിന്റെ ഫാഇൽ സാഫിഹാണ്. സഫഹ യസ്ഫഹു അതും സാഫിഹാണ്. എന്നാൽ വിഡ്ഢി എന്ന അർത്ഥത്തിൽ വരുന്ന സഫീഹ് എന്നത് സഫുഹയിൽ നിന്നാണ്. സഫുഹ യസ്ഫുഹു അതിന്റെ ഫാഇൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു വരുന്നത് സഫീഹ, സാഫിഹല്ല. ആ ഫീലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അടിസ്ഥാന പദം തന്നെ സഫിഹ യസ്ഫഹു എന്നത് ഒരു അഫ്അലയുടെ അർത്ഥത്തിലാണ് അത് വരുന്നത്. സഫിഹ യസ്ഫഹു സഫാഹത്ത് അല്ലെങ്കിൽ സഫഹ് എന്നൊക്കെ അതിന്റെ മസ്തർ പറയും. ഇവിടെ സഫിഹ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാക്കി എന്നാണ്. സഫിഹ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാക്കി. ഇല്ലാമൻ സഫിഹ യസ്ഫഹു സഫഹുൻ അല്ലെങ്കിൽ സഫാഹത്ത്. സഫിഹ എന്നത് ഫിഅല് മാദിയാണ് അല്ലെ? ഫിഅല് മാദിയാണ്. مبني على الفتح. സഫിഹ വിഡ്ഢിയാക്കി. നഫ്സഹു, നഫ്സഹു എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ. നഫ്സുൻ ശരീരമെന്നോ അല്ലെങ്കിൽ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം എന്നൊക്കെ പറയാം. നഫ്സ് നഫ്സഹു എന്നത് നഫ്സഹു. നഫ്സ എന്നതിവിടെ എന്താണ്? മഫ്ഊൽ ബിഹി മൻസൂബാണ്. ഹു എന്നത് എന്താണ്? ളാഫ് ഇലൈഹിയുടെ സ്ഥാനത്താണ് അല്ലെ?
ഇങ്ങനെയാണ് വരുന്നത്. ضمير مبني على الضم في محل جر مضاف إليه. അപ്പോ ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه ولقد اصطفيناه. വലഖദ് ഇസ്തഫൈനാഹു ഇവിടെ ഇഹത്തിൽ ദുനിയ ഇഹത്തിൽ മാനുമൂല്യം നൽകിയ അർത്ഥം തന്നെ ഇഹത്തിൽ അദ്ദേഹത്തെ നാം ശുദ്ധനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ വാവ് അവിടെ ഇസ്തിനാഫാണ്, ആത്തിഫല്ല. കാരണം ആത്തിഫിന് അതിന് മുമ്പിൽ അങ്ങനത്തെ ഒന്നുമില്ല, അതുകൊണ്ട് അത് മറ്റൊരു സമയം. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള വഖഫ് എന്തായി മാറുന്നത്, വഖഫ് മുത്തലഖായി അല്ലെങ്കിൽ വഖഫ് ഒരു ഉത്തമമായ വഖഫായി മാറുന്നത്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിയ നഫ്സഹു. പിന്നീട് മറ്റൊരു കാര്യം പറയാണ്, വലഖദ് ഇസ്തഫൈനാഹു. ഇപ്പോ വാവ് ഇസ്തിനാഫിന്റെ ഹർഫാണ്. ലഖദ് ലാമ് ലഖദ് ലഖദ് ലാ എന്താണ്, ലാമുൽ എന്താണ് ലാമ്, ലഖദ് എന്നതിലുള്ള ലാം എന്താണ്, പലപ്പോഴും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. ലാമുൽ ഖസ്മ. അത് ഇതല്ല, ലാമുൽ ഖസ്മ സത്യപ്പെടുത്തി പറയാനുള്ളത്. നിശ്ചയമായും അങ്ങനെ തന്നെയാണ് എന്ന് സത്യം ചെയ്ത് അല്ലെങ്കിൽ ആ രൂപത്തിൽ പറയുന്നതിനാണ് ലാം ഉപയോഗിക്കുക. പിന്നെ ഖദ് സംഭവിച്ചു പോയ കാര്യങ്ങൾക്ക് സൂചിപ്പിക്കുന്ന ഒരു ഹർഫാണ് ഖദ്. എന്താ പറയാ, ഹർഫ് എന്തെന്ന് പറയാ, ഖദ് എന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് പറഞ്ഞു പോയതല്ലേ. ഖദ് എന്നതിനെ കുറിച്ച് എന്താ പറയാ, ഹർഫ് തഹ്ഖീഖാണ്. ഇതാണ് ഹർഫ് തഹ്ഖീഖാണ്. തഹ്ഖീഖിന്റെ ഉപയോഗിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു എന്ന് പൂർണ്ണമായും സ്ഥിരപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹർഫാണ് ഖദ്. അപ്പൊ ലാമ് നിശ്ചയമായും ഖദ് ഉണ്ടായിട്ടുണ്ട്. ഇസ്തഫൈനാഹു ഇസ്തഫൈന. ഇസ്തഫ യസ്തഫി ഇസ്തഫ യസ്തഫി ഇതാണ് ഫിഅൽ. ഇത് സഫ യസ്ഫു എന്നതിൽ നിന്നുണ്ടാകുന്നതാണ്, ശുദ്ധമായി. ഇതാണ് സഫ. അതിന്റെ ഇഫ്തഅല വസ്നിലാണ് ഇതുണ്ടാകുന്നത്. ഇഫ്തഅല വസ്നിലാണ് ഇതുണ്ടാകുന്നത്. ഇഫ്തഅല വസ്ന്. ഇഫ്തഅല വസ്നിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം അലിഫ്, പിന്നെ സ്വാദ്, ഫാന സ്ഥാനത്ത് സ്വാദ്, സഫ എന്ന് വരുമ്പോൾ, പിന്നെ ഇഫ്ത ത, ഇങ്ങനെയാണ് വരിക. എന്ന് പറഞ്ഞാൽ ഇസ്തഫ, ഇസ്തഫ.
പിന്നെ ഇസ്തഫ എന്നത് ഇസ്തഫ ത ആണ്, പക്ഷെ അത് തോ ആയിട്ടാണ് ഉച്ചരിക്കപ്പെടുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിത്ത് മറ്റൊരു ഫിഅലിനെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലെ, എന്ന ഫിഅല് പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ട്. ഇഫ്തഅല വസ്നില് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്വാദ് വാദ് എന്നീ 4 അക്ഷരങ്ങൾക്ക് ശേഷം മാണ് ഈ താ വരുന്നതെങ്കിൽ ആ താഇനെ തോ ആയിട്ട് മാറ്റുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാദ് വാദ് വാ ഇതിനാണ് ഇബ്ദാല് എന്ന് പറയുന്നത്. ഇബ്ദാല് എന്ന് പറയുന്നത്. അപ്പോ ഇസ്തഫ എന്നതാണ് അതിന്റെ ഒറിജിനൽ രൂപം. ശരിക്ക് ഭാഷയിൽ ഇങ്ങനെയാണ്, പക്ഷെ അതിനെ ഇബ്ദാല് ചെയ്തുകൊണ്ട് ഇസ്തഫ എന്നാക്കുന്നു. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? സ്വാദ് വാദ് വാദ് വാ ഈ 4 അക്ഷരങ്ങൾ. ഈ 4 അക്ഷരങ്ങൾക്ക് ശേഷം പ്രകാരം വന്നാൽ അതിനെ താഇനെ എന്താക്കി മാറ്റുന്നു? തോ ആക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ഇസ്തഫ എന്നാൽ. അല്ലെങ്കിൽ അത് ഇസ്തഫ എന്നാണ് വരേണ്ടത്, ത ആണ് വരേണ്ടത്. അപ്പൊ അതിന്റെ ഇസ്തഫ അത് ഇഫ്തഅൽ വസ്നിൽ വരുന്ന ഫിഅൽ മാദിയാണ്. ഫിഅൽ മാദിയാണ്. അപ്പോ ഇസ്തഫ എന്നതിനെ ഫിഅൽ മാദി ഇസ്തഫൈ ഇവിടെ ഇസ്തഫൈ എന്ന് വരണം. ഇസ്തഫൈന അതായത് ജംഅ് മുത്തക്കല്ലിമിന്റെ രൂപമാണ് ഇസ്തഫൈന, അല്ലെ? ഇസ്തഫൈന എന്ന് പറയുമ്പോൾ ജംഅ് മുത്തക്കല്ലിമാണ്. അപ്പൊ ഇസ്തഫൈ എന്നതിനെ ഉപയോഗിച്ച് പറയുമ്പോൾ അത് ഫിഅൽ മാദി മബ്നിയുൻ അല സുക്കൂൻ എന്ന് പറയണം. ഫിഅൽ മാദി മബ്നിയുൻ അല സുക്കൂൻ. പിന്നെ ന എന്ന ളമീർ നാം അദ്ദേഹത്തെ തൊഫൈനാഹു നാം അദ്ദേഹത്തെ ശുദ്ധനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നത്. ന എന്നത് ളമീർ അതില് ഇസ്തഫൈന നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ന എന്നത് ആ ഇസ്തഫ എന്ന ഫിഅല് ചെയ്ത ഫായിലാണ്. അതുകൊണ്ട് തന്നെ റഫ്ഇന്റെ സ്ഥാനത്താണ് വരുന്നത്. ശുദ്ധനായി തെരഞ്ഞെടുത്തു എന്ന പ്രവൃത്തി ചെയ്തത് നമ്മളാണ്. നാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. വലഖദ് ഇസ്തഫൈനാഹു അദ്ദേഹത്തെ ഇസ്തഫൈനാഹു ലഹ എന്ന ضمير مبني على الضم في محل نصب لا مفعول به സ്ഥാനത്താണ്. നസ്ബിന്റെ സ്ഥാനത്താണ്, കാരണം മഫ്ഊൽ ബിഹി ആയി മാറി. വലഖദ് ഇസ്തഫൈനാഹു ഫി ദുനിയ ഫി ഹർഫ് ജർ അദ്ദുനിയ ഇഹലോകം ഫി അപ്പോൾ ഇസ്മു മജ്റൂറാണ് അദ്ദുനിയ. സാധാരണ എന്ത് കൊടുക്കണം? കസ്ർ കൊടുക്കണം. വൽ കസ്റ അൽ മുഖദ്ദറ ഇസ്മു മജ്റൂർ ദുനിയ. وإنه في الآخرة لمن الصالحين പരലോകത്തിൽ അദ്ദേഹമാവട്ടെ നിശ്ചയമായും സജ്ജനങ്ങളിൽ പെട്ടവനുമാകുന്നു. അത് എന്താണ് ശരിക്കത്? വഇന്നഹു അദ്ദേഹമാവട്ടെ
അദ്ദേഹമാവട്ടെ എന്നർത്ഥം പറയുമ്പോൾ വാ ഹാലിന്റെ വാവാണ്. അൽ വാവു ഹാലി, വാവ് ഹാലി. അപ്പോ വഇന്നഹു, വഇന്നഹു തീർച്ചയായും അദ്ദേഹം, ഇന്നഹു, ഇന്ന എന്നത് ഹർഫ് നസ്ബ് തൗക്കീദ് അല്ലേ? ഇന്ന. പിന്നെ ഹു എന്ന് പറയുമ്പോൾ ആ ഹ എന്താണ്? ഇസ്മ ഇന്നയാണ്. ഇസ്മ ഇന്നയാണ്. അപ്പൊ ഇസ്മ ഇന്ന എന്താണ്? ഹു എന്നത് വമ്മിൽ മബിനിയായ വമീറാണ്. പക്ഷെ അത് നസിബിന്റെ സ്ഥാനത്താണ് വരുന്നത്, ഇന്നയുടെ ഇസ്മായതുകൊണ്ട്. ഇന്നയുടെ ഇസ്മ മൻസൂബാണ്. വഇന്നഹു ഫിൽ ആഖിറതി, ഫി ഹർഫ് ജർ, അൽ ആഖിറതി ഇസ്മ മജ്റൂർ. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകം. നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. ലാം ഇവിടെ എന്തിനുള്ളതാണ്? തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാമാണ്. മുമ്പ് നമ്മൾ അല്പം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ലാമ. എന്താണ് ലാമ്? ഇത് തൗക്കീദിന് ഉപയോഗിക്കുന്ന ലാമാണ്. പ്രകാരം അങ്ങനെ ലമിന ഹർഫ് ജർ, അസ്വാലിഹീൻ, സ്വാലിഹ് ജംഅ്, അതിന് ജമ്മാണ് സ്വാലിഹൂന. മിന, അപ്പൊ അത് മാരിഫയായി വരുന്നത് കൊണ്ട് അസ്വാലിഹൂൻ എന്നാകുന്നു. മിന വന്നതുകൊണ്ട് അസ്സാലിഹൂൻ എന്തായി മാറുന്നു? ഇസ്മ മജ്റൂറായി മാറുന്നു, സ്വാലിഹീൻ എന്നായി മാറും. അസ്സാലിഹീൻ എന്നായി മാറുന്നു, അതായത് ഇസ്മ മജ്റൂറായി മാറും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടായത്തും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അതിലെ ഓരോ പദങ്ങളും അതിലെ ഓരോ അക്ഷരങ്ങളും അതിൻ്റെതായ പ്രാധാന്യവും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശങ്ങളും ഒക്കെ മനസ്സിലാക്കി വളരെ കൃത്യമായി പഠിച്ചു പോകുന്ന ഖുർആനിനെ ശരിയായ രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന പഠിതാക്കളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.